എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ വീട്ടിൻ്റെ നേരെ മുമ്പുള്ള വീട്ടിൽ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പേ ഒരു മരണം നടന്നു. തൊട്ട് മുമ്പിലത്തെ വീടാണ്. നമ്മുടെ വീട് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലും റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ. ആ വീട്ടിൽ 2 ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ. താഴത്തെ നിലയിൽ അതിൻ്റെ ഓണറാണ് താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളം ആയി. അപ്പോൾ ഈ താഴത്തെ വീട്ടിൽ അതിൻ്റെ ഓണറും മേലത്തെ വീട്ടിലെ 2 വാടക വീടുകളുണ്ട്. ആ 2 വീടുകളിലും ആളുകൾ മാറി മാറി വരും. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം കുറേ ആൾക്കാർ മാറി മാറി താമസിച്ചു. അപ്പം നമ്മൾ ആ താമസിക്കുന്ന സമയത്ത് അവരായിട്ട് കാണുമ്പം നമ്മൾ വാതിൽ തുറന്ന് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ അവരെയാണ് ആദ്യം എപ്പോഴും കാണുക. അപ്പോൾ അവർ ശരിക്കും എന്തെങ്കിലും വർത്താനം പറയും. അങ്ങനെയുള്ള കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ 6 മാസം കഴിയുമ്പോഴോ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അവരവിടുന്ന് പോവും. പുതിയ ആൾക്കാർ വരും. അവരും കാണുമ്പോൾ നമുക്ക് ചിരിക്കാനും വർത്താനം പറയാനുള്ള ആൾക്കാരായിരിക്കും. ഒരുപാട് കോണ്ടാക്ട് ഉണ്ടാവാറില്ല. എങ്കിലും കണ്ടാൽ ചിരിക്കാൻ വർത്താനം പറയുകയും ചെയ്യും. പിന്നെ എപ്പോഴും നമ്മൾ വാതിൽ തുറക്കുമ്പം കാണുന്നത് അവരെയാണല്ലോ. അവർ നമ്മളെയും നമ്മൾ അവരെയാണ് എപ്പോഴും ഓരോ ദിവസത്തിൻ്റെ പല പല ടൈമിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഈ വീട്ടിൽ ഈ മുമ്പിലത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആൾക്കാർ ഒരച്ഛനും അമ്മയും 2 കുട്ടികളും, ഒരു മോളും ഒരു മോനും. മോള് ഡിഗ്രിക്ക് മറ്റേ പഠിക്കുന്ന മോളും +2 പഠിക്കുന്ന ഒരു മോനും ഒരച്ഛനും അമ്മയും. അധികം പ്രായം തോന്നിക്കാത്ത ഒരച്ഛനമ്മയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവർ വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് അറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ അവർ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വാതിൽ തുറന്ന് അവർ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളെ വീടാണല്ലോ മുൻപിലുള്ളത്. ഇങ്ങോട്ടാണ് അധികം നോക്കി നിൽക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരോട് കാണുമ്പോൾ കൈകൊണ്ട് കാണിക്കും, ഹായ് എന്ന് പറയുന്നൊക്കെ കാണിക്കും. ഭക്ഷണം കഴിച്ചു എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ചോദിക്കും, ചിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് നല്ലൊരു ഫാമിലിയാണ്. അധികം പ്രായമൊന്നുമില്ലാതെ 40s വയസ്സുള്ള ഒരു അച്ഛനും അമ്മയും, നല്ല നീറ്റായ ആൾക്കാർ, നല്ല ശാന്തമായ ആൾക്കാർ. ഒരു ബഹളോ ഒച്ചയോ അങ്ങനെയൊന്നുമില്ല. ആ മോളൊക്കെ നല്ല സ്മാർട്ടായൊരു മോളാണ്. എപ്പോഴും തുള്ളിക്കളിച്ച് രസിച്ച് അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ആ ഒരു 18-19 വയസ്സുള്ളൊരു പെൺകുട്ടി, അങ്ങനെ ആ പ്രായത്തിൻ്റെ അത്ര പോലും മെച്യൂരിറ്റി ഇല്ലാതെ തുള്ളിക്കളിച്ച് അങ്ങനെ നടക്കുന്നൊരു പെൺകുട്ടി. അതിന് താഴെ ഒരു അനിയനും. അപ്പോൾ ഇവർ താമസിക്കുന്നുണ്ട്. അമ്മയൊക്കെ നല്ല ശാന്ത സ്വഭാവമായ അമ്മ. അച്ഛൻ ജോലിക്ക് പോവും വരും. അമ്മക്ക് ജോലിയൊന്നുമില്ല. അങ്ങനെ താമസിച്ചിരുന്ന ആ വീട്ടുകാരെ പറ്റി ഞങ്ങളിങ്ങനെ ഞങ്ങൾ വലിയ വീട്ടിൽ പറയും നല്ലൊരു ആൾക്കാരാണ്. ഒരു ചില കള്ളുകൂടിയന്മാരോ ബഹളോ അല്ലെങ്കിൽ വീട്ടിൽ വഴക്കോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നമ്മളെ വീടുകളിലേക്കൊക്കെ നോക്കി നിൽക്കുക, അങ്ങനത്തെ ഒരു ഇതുമില്ലാത്ത നല്ല ആൾക്കാർ. അങ്ങനെ അവർ വന്ന് ഇത്രയും ദിവസം താമസിച്ചു. ദിവാളിയായി. ഇപ്പം ദിവാളി കഴിഞ്ഞ ഏകദേശം ഒരു 5-8 ദിവസം 10 ദിവസം മുമ്പേ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ദിവസം ഇവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ആഘോഷമാണല്ലോ. അപ്പോൾ അവരും ഇതുപോലെ തന്നെ ലൈറ്റിങ്ങൊക്കെ വീട്ടിൽ തൂക്കലും ഒക്കെ ആയിട്ട് ദിവാളിൻ്റെ ദിവസം അയാളും ഭാര്യയും ഒക്കെ കൂടി താഴെ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഇവിടെ എല്ലാവർക്കും നല്ല ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ നിർബന്ധമാണ്, പടക്കം പൊട്ടിക്കണം എന്നൊക്കെ. അപ്പോൾ റോഡിൻ്റെ മേലെ വന്ന് അവർ ഭാര്യയും ഭർത്താവും കൂടി കുറേ പൂക്കുറ്റികളും പടക്കവും ഒക്കെ പൊട്ടിച്ചു. ഞങ്ങളൊക്കെ അത് നോക്കി നിന്ന് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കുകയും ചെയ്തു നല്ല ഫാമിലി, എന്തൊരു സന്തോഷം, സുഖം, നല്ലതായിട്ട് ജീവിക്കുന്നു. മക്കളും അച്ഛനമ്മയും കൂടെ എൻജോയ് ചെയ്ത് ദിവാളിയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എൻജോയ് ചെയ്താണ്. അത് കഴിഞ്ഞ് ദിവാളി കഴിഞ്ഞപ്പോൾ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിലെ ഗൃഹനാഥൻ, 43 വയസ്സേ ഉള്ളൂ, അയാൾ പെട്ടെന്ന് രാത്രി കുഴഞ്ഞു വീണ് മരിച്ചു. അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി ഞങ്ങൾക്ക്. അവരെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അവരേത് നാട്ടുകാരാണെന്നോ എന്താണ് പേരെന്നോ ഏത് സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല. തൊട്ട് മുമ്പിലാണെങ്കിലും ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ കൾച്ചർ. ആളുകൾ മാറി മാറി വരുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കാണുവാൻ ചിരിക്കുകയും എന്തെങ്കിലും 2 വർത്താനം പറയുന്നല്ലാതെ കൂടുതലായിട്ടൊന്നും അറിയില്ല. അവർക്ക് നമ്മളെ പറ്റി അറിയില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 5 ദിവസമായി രാത്രി അയാൾ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നു. രാത്രി അവരെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ കസേരയിലിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ബാൽക്കണിയിൽ നോക്കി കഴിഞ്ഞാൽ അവരെ വീട്ടിൽ അവർ കസേരൻ്റെ മേലെ ഇരിക്കുന്നതും TV കാണുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ബാൽക്കണിയിൽ നോക്കിയപ്പം പെട്ടെന്ന് അവിടെ ആ വീട്ടിൽ എന്തോ ഒരു ബഹളം, ഒരൊച്ച, ഒരു കരച്ചിൽ പോലെയൊക്കെ കേട്ട് ഞങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചപ്പം ആരോ അങ്ങ് കുഴഞ്ഞ് വീഴുന്ന പോലെയോ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകുന്നതും, അവിടെ നിന്ന് ഭാര്യയും മോളുടെയൊക്കെ ശബ്ദം കേട്ടോ, അയ്യോ ശ്വാസം വലിച്ചു വിടുക അങ്ങനെയൊക്കെ പറയുന്നതും, അയ്യോ എന്നിട്ട് ഒച്ചയും ബഹളവും ഒരു കരച്ചിൽ പോലെ കേട്ട് നമ്മൾ മുറ്റത്തിറങ്ങി എന്താണെന്നറിയാതെ അങ്ങോട്ട് മേലോട്ട് ശ്രദ്ധിച്ചു. അപ്പോഴത്തേക്ക് ആ വീട്ടിലെ ഓണറായിട്ടുള്ള അയാളും താഴെയുള്ള അയാളുടെ മോനും ഓടി വന്നു. അപ്പുറത്ത് 2 വാടക വീട്ടുണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലെ അവരും ഓടി വന്നു. അയാളൊരു അഡ്വക്കേറ്റും ഒക്കെയാണ്. അയാൾ ഓടി വന്നു. എന്താണെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കും ഇയാൾ ഈ കസേരയിൽ ഭക്ഷണം കഴിച്ചിരുന്നു അത്രേ. 2 ചപ്പാത്തിയോ മറ്റോ കഴിച്ചു കഴിഞ്ഞ് സാധാരണ പോലെ വർത്താനം പറഞ്ഞ് ജോലിയും കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് കഴിച്ച് വെച്ച് അവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞ് ഭക്ഷണവും കഴിച്ചിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് കസേരയിൽ നിന്ന് താഴോട്ട് കുഴഞ്ഞ് വീഴപ്പോൾ തമാശ പോലെയാണ് വീട്ടുകാർ ആദ്യം കരുതിയതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത മനുഷ്യനാണല്ലോ.
പെട്ടെന്ന് അയാൾ കുഴഞ്ഞു വീണു. ഇവരെല്ലാവരും ഓടിച്ചെന്ന് അയാളെ എടുത്ത് സ്റ്റെപ്പിറക്കി താഴെ കൊണ്ടുവരണം. അപ്പോഴത്തേക്കും ഈ ഒരാൾക്ക് കാറുണ്ടായിരുന്നു, അയാൾ കാറെടുത്ത് പെട്ടെന്ന് ഗേറ്റിനടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളും ഗേറ്റിനടുത്ത് നോക്കി നിൽക്കുന്നുണ്ട്, എന്താണെന്നറിയാതെ ടെൻഷനായിട്ട്. ആരും ഒന്നും ശബ്ദിക്കുന്നില്ല. എല്ലാവരും പെട്ടെന്ന് ഓടി വന്ന് അയാളെ കയ്യും കാലും പിടിച്ച് തൂക്കിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ ഭാര്യയൊക്കെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി അവരെ കൂടെ കാറിൽ കയറി പോകുന്നുണ്ട്. മോളൊക്കെ വണ്ടിയിൽ കയറി അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ നമ്മളത് കണ്ടു നിന്നപ്പോൾ ആ സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റിയില്ല, കാരണം ഈ കൂടെയുള്ള ആൾക്കാരൊക്കെ അവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തോ ചിലപ്പം BP മറ്റോ ലോ ആവോ, അല്ലെങ്കിൽ ഹൈ ആവോ, അല്ലെങ്കിൽ ഷുഗർ ലോ ആവോ, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് തലകറങ്ങുമൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ എന്തോ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മളും വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. നമ്മൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ആ വീട്ടിൻ്റെ വാതിലിലേക്കാണ്. അവർ വന്നോ എന്നാണ് ആദ്യം നോക്കിയത്. അപ്പോൾ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. രാത്രി അവർ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയതുകൊണ്ട് ലൈറ്റ് പോലും ഇട്ടിട്ട് അങ്ങനെ തന്നെയാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വീട്ടിൽ ലൈറ്റ് അങ്ങനെ തന്നെ ആയിട്ട് വാതിലടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അവർ രാത്രി വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അയാളെ അവിടെ അഡ്മിറ്റ് ചെയ്തോ എന്ന് വിചാരിച്ച് ഈ വീടിൻ്റെ ഓണറെ താഴെ കണ്ടു. അപ്പോൾ അയാളോട് നമ്മൾ ചോദിച്ചു എന്ത് പറ്റി, അയാൾ വന്നോ, അഡ്മിറ്റ് ചെയ്തോ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം അയാൾ പോയി എന്നാണ് ഈ വീട്ടുടമസ്ഥൻ നമ്മളോട് പറഞ്ഞത്. പെട്ടെന്ന് നമ്മൾ ഷോക്കായിപ്പോയി. പോയി എന്ന് പറഞ്ഞാൽ എന്താ പോയി എന്നുള്ളതിൽ അപ്പോൾ അയാൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അയാൾ മരണപ്പെട്ടു. അത് ഒരു വല്ലാത്ത ഷോക്കായിപ്പോയി ഞങ്ങൾക്കും എല്ലാവർക്കും തന്നെ. കാരണം അധികം പ്രായമില്ലാത്ത 43 വയസ്സേ ഉള്ളേക്കുന്നതെന്ന് പറഞ്ഞത്. ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കസേരയിൽ ഇരുന്നിരുന്ന മനുഷ്യൻ അവിടുന്ന് പെട്ടെന്ന് കസേരയിൽ നിന്ന് കുഴഞ്ഞ് താഴോട്ട് വീഴുന്നതും അത് നമ്മളിവിടുന്ന് കാണുന്നുണ്ടെന്നുള്ളതാണ്. അയാൾ വീഴുമ്പോൾ കയ്യും കാലൊക്കെ ഇതാവുന്നു. ഭാര്യയും മക്കളും ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് പോയിട്ടുള്ളൊരു ഫാമിലി ഒറ്റ നിമിഷം കൊണ്ട് എന്തൊക്കെ ആ ഫുൾ ഫാമിലി അങ്ങ് ഒന്നും അല്ലാതായി മാറുകയെന്ന്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചോദിച്ചപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ബോഡിയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, കാരണം ഇത് വാടക വീടായതുകൊണ്ട് അവരുടെ സ്വന്തം വീടൊക്കെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അതറിയില്ല ഡീറ്റെയിൽസിനെ കുറിച്ച്. അങ്ങനെ പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അത് ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞ് നമുക്ക് ഭയങ്കര ഒരു വല്ലാത്ത വിഷമമായിപ്പോയി ഞങ്ങൾക്ക്. പിന്നെ നമുക്കൊന്നും ഒരു TV വെച്ചതിൽ വെക്കാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇത് ആലോചിക്കും തോറും ഇയാളുടെ മുഖവും ഇവർ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചതും രസിച്ചതും എൻജോയ് ചെയ്തതും ആ നല്ല ഫാമിലിയിൽ നിന്ന് നമ്മളെപ്പോഴും പറഞ്ഞതും ഒക്കെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി. ആ അമ്മയും 2 മക്കളും മാത്രം. ജോലിക്ക് പോകാത്ത സ്ത്രീയാണ് അവർ. ഇനി അവരെന്ത് ചെയ്യും? മക്കൾക്കൊന്നും ഒരു മെച്യൂരിറ്റി ഒന്നും എത്തിയില്ല. ഉള്ളി കളിച്ച് രസിച്ച് നടക്കുന്ന ആ പെൺകുട്ടിയും അതിൻ്റെ അനിയനും. ഇനി അവരുടെ ഭാവി എന്തെന്ന് ആലോചിച്ച് ഞങ്ങളെന്നല്ല ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അതുപോലെ തന്നെ ആശങ്കപ്പെട്ടിട്ടുണ്ടാവും. ഞങ്ങളും ആശങ്കപ്പെട്ടു. പിന്നെ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ആ ഭാര്യയും മോളും പിന്നെ അവരുടെ കുറച്ച് ബന്ധുക്കളും കൂടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാത്രി പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പം എല്ലാം ഇട്ടെറിഞ്ഞ് ഉടുത്ത വസ്ത്രത്താലെ അങ്ങനെ ഇറങ്ങിപ്പോയതാണ് അവർ, ഒരു സാധനം എടുക്കാതെ. പിന്നെ ഇപ്പം ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ കുട്ടികളുടെയൊക്കെ കോളേജിലും ഒക്കെ പോകുമ്പോൾ അവരുടെ പുസ്തകങ്ങളും ബാഗുകളും എടുക്കാനും പിന്നെ ഇവരുടെ അത്യാവശ്യ കുറച്ച് സാധനങ്ങളും റെക്കോർഡുകളൊക്കെ എടുക്കാൻ വേണ്ടി ആ അമ്മയും മോളും പിന്നെ അവരുടെ കുറച്ച് ആൾക്കാരെ കൊണ്ട് വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ വന്ന് കയറി വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ ആ ഭയങ്കരമായ കൂട്ട നിലവിളിയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് പോയി അന്വേഷിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ മനസ്സിൽ ഇങ്ങനെ ഈ നിലവിളിയും കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ അവിടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരെ ഒരു വിധത്തിൽ നമുക്കൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഭർത്താവ് കുഴഞ്ഞു വീണ് മരിച്ചിട്ട് അതിൻ്റെ 3-ാമത്തെ ദിവസമാണ് ആ സ്ത്രീയും മോളും കൂടി ആ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ അവർ ഇത്രയും വിഷമഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്നും അവിടെ കയറി ചെന്നില്ലെങ്കിൽ അതൊരു മനുഷ്യത്വമല്ല എന്നുള്ളതും ഉണ്ട്. എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ ചെന്നു. അപ്പോൾ ആ സ്ത്രീ ഒരുപാട് നമ്മളോട് കരഞ്ഞ് പറഞ്ഞ്, നമ്മളോടും ചുറ്റുവട്ടത്തുള്ള എല്ലാവരും വന്നു, എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ പോയില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, നമ്മൾ എത്ര എൻജോയ് ചെയ്ത് രസിച്ച് പോയതായിരുന്നു, പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ, ഇനി എനിക്ക് എന്നെ ഇട്ടെറിഞ്ഞ് പോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ മറാഠിയിൽ ഒരുപാട് സങ്കടങ്ങൾ ഓരോന്നോരോന്ന് എണ്ണിപ്പെറുക്കി പറഞ്ഞ് ആ സ്ത്രീ വാവിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മകള് ഒരക്ഷരം പോലും മിണ്ടാതെ അതിൽ കൂടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ എടുത്ത് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഒരു ബാഗിലാക്കി വെക്കുകയും ചിലതൊക്കെ വെക്കേണ്ടത് കെട്ടിയെടുത്ത് കൊണ്ടുപോവുകയും അവളുടെയും അവളുടെ അനിയൻ്റെയൊക്കെ ബാഗുകൾ സ്കൂളിൽ കൊണ്ടുപോകാൻ കോളേജിൽ കൊണ്ടുപോകാനുള്ള ബാഗുകളൊക്കെ എടുത്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ് ആ കുട്ടി. ഒരക്ഷരം പോലും ആ കുട്ടി മിണ്ടുന്നില്ല. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല. കരയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യാതെ ആ കുട്ടി ആ അച്ഛൻ മരിക്കുന്നതിൻ്റെ ആ തലേന്ന് വരെ ആ കുട്ടി എപ്പോഴും ചിരിച്ച് കളിച്ച് രസിച്ച് തുള്ളിക്കളിച്ച് നടന്നിരുന്ന കുട്ടി ശാന്ത സ്വഭാവിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ ഒരു കസേരയിലിരുന്നിട്ട് ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളായ ഞങ്ങളെല്ലാവരും ആണുങ്ങളും എല്ലാവരും ചുറ്റുവട്ടം കൂടി നിൽക്കുമ്പം ഈ സ്ത്രീ ഓരോ കാര്യങ്ങളും
എണ്ണിപ്പെറുക്കി പറഞ്ഞ് കരഞ്ഞ് ബഹളം വെക്കുകയും പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോയും വിളക്ക് കത്തിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവരുടെ വീട്ടിൽ. അതൊക്കെ ചൂണ്ടിക്കാണിച്ച് അവർ പറയുമായിരുന്നു, ഞാനിനി ആർക്ക് വേണ്ടി വിളക്ക് കത്തിക്കണം, എനിക്ക് എൻ്റെ ഈശ്വരനിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയി, ഞാൻ എല്ലാ ദിവസവും ഇതിനു വേണ്ടിയായിരുന്നു വിളക്ക് കത്തിക്കുകയും പൂജ ചെയ്യുകയും ചെയ്തിരുന്നത്, എനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷയാണോ ഈശ്വര എനിക്ക് തന്നിരുന്നത് എന്നൊക്കെ അവരുടെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വാവിട്ട് നിലവിളിക്കുകയായിരുന്നു. ഒരു വാക്കുകൾ കൊണ്ടും അവരെ സമാധാനിപ്പിക്കാൻ പറ്റില്ല. വെറുതെ അവരുടെ കയ്യിലൊന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ തോളിലൊന്ന് തട്ടി സമാധാനിപ്പിക്കുകയോ അടുത്ത് ചേർന്നൊന്ന് നിൽക്കുകയോ ചെയ്തു എന്നല്ലാതെ നമുക്ക് എന്ത് പറഞ്ഞിട്ടാണ് അവരെ സമാധാനിപ്പിക്കേണ്ടതെന്ന് ഉള്ള ഇതായിപ്പോയി. നമ്മളുടെ എല്ലാം കണ്ണ് നിറഞ്ഞൊഴുകി കേട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് സമയം നമ്മളവിടെ നിന്നു. പിന്നെ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നു. അവരവരുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് അവരുടെ കൂടെ വന്ന ആളുകളുടെ കൂടെ ഓട്ടോറിക്ഷയിൽ അവർ എവിടെ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് അവർ പോവുകയും ചെയ്തു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ആരെങ്കിലും വന്നിട്ട് അവരുടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഈ വീട് ഒഴിഞ്ഞ് അവരിവിടെ നിന്ന് പോകും. ആ സ്ത്രീ ഇതൊക്കെ കരഞ്ഞ് പറയുന്ന സമയത്ത് അവരുടെ മടിയിൽ അയാളുടെ ഒരു പാൻറ്റും ഷർട്ടും, ലാസ്റ്റായിട്ട് അയാൾ വീട്ടിൽ ജോലിക്ക് പോയിട്ട് വന്നിട്ട് അഴിച്ചു വെച്ച ആ പാൻറ്റും ഷർട്ടും മടക്കി അവരുടെ മടിയിൽ, അതും അയാളുടെ ഓഫീസിലത്തെ ഐ കാർഡും അവർ മടിയിൽ വെച്ചിട്ട് അതൊരു നിധി പോലെ ആ സ്ത്രീ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ രംഗങ്ങളൊക്കെ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ളൊരവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ആർക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നാളെ നമുക്കോ മറ്റുള്ളവർക്കൊക്കെ സംഭവിക്കാം. ഇന്നത്തെ കാലത്ത് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, ആർക്കും എന്തും സംഭവിക്കാം. ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളതൊക്കെ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വല്ലാത്ത വിഷമത്തോടുകൂടി കുറച്ച് സമയം നോക്കി നിൽക്കുകയും ബാക്കി സമയം വീട്ടിൽ വന്ന് ഞങ്ങളതിനെപ്പറ്റി കുറേ ഡിസ്കസ് ചെയ്യും, പിന്നെ സ്വന്തമായിട്ട് കുറേ ആലോചിക്കുകയൊക്കെ ചെയ്തു. വല്ലാതെ സങ്കടം തോന്നി, ഈശ്വരനോടൊക്കെ തോന്നി, എന്തിനും ഇങ്ങനെ ക്രൂരത അവരോട് ചെയ്തു. ഇത്രയും രസകരമായി സന്തോഷിച്ച് ഹാപ്പിയായി പോയിരുന്നൊരു ഫാമിലിയിൽ നാളെ മുതൽ ഒന്നുമില്ല, വെറും അന്ധകാരം മാത്രം. ഇനി അതിൽ നിന്ന് പിക്കപ്പായി വരണം അവർ. പക്ഷേ പിക്കപ്പായി വരും, കാരണം എല്ലാ മരണ വീടുകളിലും നമ്മൾ വിചാരിക്കും അതിനോട് അവർ തകർന്നു പോവും, അവർ ഇനി ഒരിക്കലും അവർക്ക് പിക്കപ്പായി വരാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും എല്ലാവരും പിക്കപ്പായി വരും. എല്ലാവരും കുറേ ദിവസം കരഞ്ഞിരിക്കും, കുറേ സങ്കടപ്പെട്ടിരിക്കും. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ ഈശ്വരൻ അവർക്കുള്ള ശക്തി കൊടുക്കും. അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും കുടുംബം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ മെല്ലെ മറക്കില്ലായിരിക്കും, പക്ഷേ അവരവരുടെ കാര്യങ്ങളിൽ മുഴുകുകയും ഈ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചിരുന്ന അത്രയും സമയം അതാലോചിക്കാതെ മെല്ലെ അവരുടെ ലൈഫിലേക്ക് ബിസി ആവുകയും ചെയ്യും. അങ്ങനെയാണ് എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അതുപോലെ തന്നെ ഇവർക്കും അതിനുള്ള ധൈര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ആ അമ്മയും ആ മക്കളും ഈ വിഷമഘട്ടത്തിൽ നിന്ന് കരകയറട്ടെ എന്നും അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. എങ്കിലും ഞാൻ വിചാരിക്കുക ഇനി അയാൾ തിരിച്ചു കിട്ടില്ല. ആ പണ്ടുണ്ടായിരുന്ന അച്ഛനും അമ്മയും മക്കളും കൂടിയുള്ള ഹാപ്പി ആയിട്ടുള്ള ആ മുഹൂർത്തങ്ങൾ ഇനി ഒരിക്കലും അവർക്ക് ലൈഫിൽ തിരിച്ചു കിട്ടില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി, വിഷമം തോന്നി, നിരാശ തോന്നി. ഈശ്വരനോട് തന്നെ തോന്നി, എന്തിന് എത്രയോ അസുഖമായിട്ട് മരിച്ചാൽ മതിയെന്ന് അവരും മറ്റുള്ളവരും ചിന്തിക്കുന്ന എത്ര ആൾക്കാർ അസുഖമായിട്ട് കിടക്കുന്നുണ്ട്. അവരെയൊക്കെ എന്താ പറയുക, ഭൂമിക്ക് ഭാരം നിന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ കുറേ 80ഉം 90ഉം വയസ്സായിട്ട് ഇനിയും മരിക്കുന്നില്ലല്ലോ എന്ന് വീട്ടുകാർ ഇയാളൊന്ന് മരിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ സ്ത്രീ ഒന്ന് മരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നതും, ആ കിടക്കുന്ന രോഗികൾ തന്നെ എന്നെ ഒന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ അങ്ങനെ കിടത്തിക്കൊണ്ട് ഏറ്റവും അത്യാവശ്യമായ ഒരു കുടുംബത്തിൻ്റെ നെടും തൂണായ ഈ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നോ, അല്ലെങ്കിൽ അതിനൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ പുറകിലുള്ള ഇതൊന്നും നമുക്കറിയില്ല. ഒക്കെ ഈശ്വര നിശ്ചയം എന്നറിയാലോ. എന്തായാലും അങ്ങനെ ഒരു സംഭവം 2 ദിവസം മുമ്പേ നടന്നപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് തരിച്ചു നിന്നുപോയി. നമ്മളെ മനസ്സിൽ വല്ലാത്ത വേദനകൾ നൽകിക്കൊണ്ട് ചില ആൾക്കാരങ്ങനെ പോകും. അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു അത്. അവസാനത്തെ ദിവാളിയും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടാണ് അയാൾ പോയത്. ആ കുടുംബത്തിന് ഇതിൽ നിന്ന് കരകയറി വരാനുള്ള ഒരു ധൈര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം.